ഹായ് ഫ്രണ്ട്സ്, മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ വീണ്ടും ബാലചന്ദ്രനെ വിളിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, എനിക്ക് എൻ്റെ മോളെ ഒന്നുകൂടി കാണണം, ഞാൻ ശരിക്കും കണ്ടില്ല അവളെ, അതുകൊണ്ട് എനിക്ക് വീണ്ടും ഒന്ന് കാണണം എന്നൊക്കെ പറയുവാണ്. ഇങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ സ്റ്റാൻലി വീണ്ടും ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കുകയാണ്. എന്നിട്ട് പറയും എനിക്ക് കണ്ടേ പറ്റുള്ളൂ, ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് പറയാൻ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും അതിനൊരു പണിയുണ്ട്, ഞങ്ങൾ ഇന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിലേക്ക് അവളെ ആയിട്ട് വരാം, അപ്പോൾ അവിടെ വന്ന് കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും പക്ഷേ അതൊരു നേരിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് സമയമായിട്ടില്ല, ഞാൻ അവളെ അറിയാതെ കണ്ടോളാം എന്നൊക്കെ പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും എന്നാൽ ശരി, എന്നാൽ ഞാൻ പുറപ്പെടാൻ നേരത്ത് വിളിക്കാമെന്ന് പറയും. അങ്ങനെ ബാലൻ റൂമിൽ നിന്ന് വന്നിട്ട് അലീനേനെ വിളിക്കുകയാണ്. അപ്പോൾ അലീന അടുക്കളയിൽ നിന്ന് വരും. അപ്പോൾ അലീനേനോട് പറയും, മോളെ നീ പറഞ്ഞിരുന്നില്ലേ ഒരു ടെക്സ്റ്റൈൽസിൽ പോകണമെന്ന്, അപ്പോൾ നമുക്കെന്നാൽ ഇപ്പോൾ പോയാലോ? അപ്പോൾ അലീന ചോദിക്കും അപ്പോൾ അച്ഛന് ഇന്ന് തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻ പറയും ആ തിരക്കാണ് നേരത്തെ കഴിഞ്ഞത്, ഒരാൾ വന്നില്ലേ, ആ മീറ്റിംഗ് കഴിഞ്ഞു, ഇന്നിപ്പോൾ ഞാനൊന്നും പിടിക്കണില്ല, ഇന്ന് നിൻ്റെ കൂടെയാണെന്ന് പറയും. അങ്ങനെ ഇവർ അലീന റെഡി ആവാൻ പോകുന്നു. അപ്പോൾ ബാലന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പുറപ്പെടുകയാണ്. അങ്ങനെ ഇവർ യാത്രയുടെ ഇടയിൽ വെള്ളം കുടിക്കാനായിട്ട് എന്തെങ്കിലും കുടിക്കാൻ ഇറങ്ങുവാണ്. അപ്പോൾ അന്നേരം ബാലൻ ഒന്നും കൂടി സ്റ്റാൻലീനെ വിളിക്കും. അപ്പോൾ സ്റ്റാൻലീനെ വിളിക്കുമ്പോൾ സ്റ്റാൻലി ഹോട്ടൽ റൂമിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റാൻലീനോട് പറയും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഞങ്ങളിങ്ങനെ കോട്ടയത്തുള്ള കല്യാൺ സിൽക്സിലേക്കാണ് പർച്ചേസിന് പോകുന്നത്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവിടെ എത്താം എന്നൊക്കെ പറയും. അപ്പോൾ സ്റ്റാൻലി പറയും എന്നെ തിരിച്ചറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംശയിച്ച്. അപ്പോൾ ബാലൻ പറയും നിങ്ങൾ കാണാത്ത മട്ടിലൊക്കെ നിന്നാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ ഇവർ സ്റ്റാൻലിയും അവിടെ നിന്ന് പുറപ്പെടുവാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അലീനയും ബാലചന്ദ്രനും കൂടി ആ ടെക്സ്റ്റൈൽസിലെത്തി. അവിടെ വന്നു കഴിയുമ്പോൾ ഇവരിങ്ങനെ അതിൻ്റെ അകത്തേക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കും ഈ ചുരിദാർ ടോപ്പുകളുടെ സെക്ഷൻ ഏതാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു സെയിൽസ് ഗേൾ അവരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഇത് ആർക്ക് ബബിതയ്ക്കും കൃഷ്ണമോക്കും രോഹിത്തിനൊക്കെ എടുക്കാൻ പോയേക്കണേ കേട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അലീന പറയും അതെന്താണെന്നറിയോ അച്ഛാ, അച്ഛൻ അവിടെ നിന്ന് പൈസ വാങ്ങിയില്ല, എനിക്ക് അച്ഛനെ വിശ്വാസമില്ല ആ കാര്യത്തിൽ, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ ബാലൻ പറയും അത് കുഴപ്പമില്ല, അന്ന് ഞാൻ ഒരു പണി ചെയ്യാം, ഞാൻ നിൻ്റെ നിന്ന് പൈസ വാങ്ങാം എന്ന് പറയുമ്പോൾ അലീന പറയും അത് വേണ്ട എന്ന് പറയും. അങ്ങനെ ഇവർ വീണ്ടും ചുരിദാറിൻ്റെ സെക്ഷനിൽ പോയി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻലിനെ ബാലചന്ദ്രൻ ഇച്ചിരി നീങ്ങി നിന്നിട്ട് വിളിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും ഞാൻ ഇവിടെ കാറിൽ ഇരിക്കുവാന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും എന്നാൽ കയറി പോന്നോ, ഞങ്ങളിങ്ങനെ ചുരിദാറിൻ്റെ സെക്ഷനിലുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ തിരിച്ചറിയോ എന്ന് സ്റ്റാൻലി വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയും ഇനി എങ്ങാനും തിരിച്ചറിഞ്ഞാലും നിങ്ങളെന്താ ഇവിടെ എന്തായി എന്നൊക്കെ ചോദിച്ച് സാധാരണഗതിയിൽ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ സ്റ്റാൻലി ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ കയറി അങ്ങനെ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ബാലചന്ദ്രൻ സോഫയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. എന്നിട്ട് കുറച്ച് നീങ്ങി നിന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാൻലിനെ വിളിക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലിനോട് പറയും ഞാൻ നിങ്ങളെ കണ്ടു എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലിയും പറയും ഞാനും കണ്ടു ബാലചന്ദ്രനെ എന്ന് പറയും. അങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അലീനേനെ സ്റ്റാൻലി ദൂരെ നിന്ന് കാണുന്നു. അപ്പോൾ അവിടെ ഒരു മിററുണ്ട്. ആ മിററിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഈ അച്ഛൻ ഈ മകളെ ഇങ്ങനെ നോക്കി കാണുവാട്ടാ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ പല ഇതിൽ മാറി. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അവിടേക്ക് ഒരു സെയിൽസ് ഗേൾ വരും. അവർ ചോദിക്കും എന്താ സാർ സൈസ് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും എനിക്ക് ഇതൊന്നും വശമില്ല, അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിക്കും അവർ. അപ്പോൾ പറയും എൻ്റെ മകൾക്ക് വേണ്ടിയാണെന്ന് പറയും. അങ്ങനെ അവർ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റാൻലിയുടെ ശ്രദ്ധ അപ്പടി അലീനയിലേക്കാണ്. അങ്ങനെ വീണ്ടും അലീനയുടെ പുറകെ സ്റ്റാൻലി ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ അലീനയുടെ ഫോട്ടോസൊക്കെ അവൾ അറിയാതെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബാലചന്ദ്രനും അലീനയും കൂടി പോരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് അലീന വരും. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് എന്തായി നിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പറയും കഴിഞ്ഞു, ഞാൻ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ പറയും എന്താ എത്ര രൂപ പൊടിച്ചു, എത്ര രൂപ നീ അവർക്ക് കൊണ്ടേ കൊടുത്തു, ഇത് എനിക്ക് കിട്ടേണ്ട കാശായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും ഒന്നും മിണ്ട ചുമ്മാ ഇരിക്കച്ചാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ആ അച്ഛനും മോളും ഇങ്ങനെ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ
കഴിഞ്ഞ് ഇവർ പോകാനിറങ്ങുമ്പോൾ സ്റ്റാൻലി ബാലചന്ദ്രനെ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് കാണിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇവർ വീട്ടിലേക്ക് വരുവാണ്. അലീനയും ബാലചന്ദ്രനും അങ്ങനെ വീടിൻ്റെ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറുമ്പോൾ ബാലൻ പറയും, ഇത്രയും പർച്ചേസ് നടത്തി ഈ കാശൊക്കെ എനിക്ക് കിട്ടേണ്ടതായിരുന്നു, നീ കൊണ്ട് കളഞ്ഞല്ലോ. അപ്പോൾ അലീന പറയും, കുറേ നേരം എന്നെ കളിയാക്കുന്നു, അച്ഛനെ അതിന് പകരമായിട്ട് ഞാൻ ഒരു ചായ ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, ആ കാശ് അവർക്കും ചായ എനിക്കും അല്ലേ, ചായയെങ്കിൽ ചായ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും. പിന്നെ രാത്രി നമ്മുടെ അലീന ബബിതയുടെ റൂമിലേക്ക് വരുവാണ്, അവൾ വാങ്ങിച്ച ആ ഡ്രസ്സൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ അതൊക്കെ നിന്നിട്ട് ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പം ബബിത പറയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ എന്താ വന്നേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ നിനക്കൊരു ഗിഫ്റ്റായിട്ട് വന്നതെന്ന് പറയുമ്പോൾ ബബിത പറയും, ബബിതക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയും, എനിക്ക് മനസ്സിലായി എന്തോ ഗിഫ്റ്റായിട്ട് വന്നാൽ, പിന്നെ ആരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജോലി എടുത്തുണ്ടാക്കിയ മുതലുകൊണ്ടൊന്നും വാങ്ങിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല, അങ്ങനത്തെ ഒന്നും വാങ്ങിക്കില്ല എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാൻ ഇന്നിങ്ങനെ കഷ്ടപ്പെട്ടതല്ല എന്ന് പറയും, കഷ്ടപ്പെടാത്തതും എനിക്ക് വേണ്ട എന്നൊക്കെ ബബിത ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, ബബിതയ്ക്ക് ഈ അലീന പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അലീന പറയും, നീ എനിക്ക് എന്തോരം ഡ്രസ്സ് വാങ്ങിച്ചു തന്നു, ഞാൻ നിനക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ബബിതയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വേഗം തന്നെ അലീന അവൾ വാങ്ങിച്ച കവറിൽ നിന്ന് ഒരു വാച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ കൈ നീട്ടിയേ എന്നൊക്കെ പറയും. അപ്പോൾ ബബിത കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈയൊക്കെ നീട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വാച്ചൊക്കെ കെട്ടി അവരിങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ഹോട്ടൽ റൂമിൽ ഇരുന്നിട്ട് ഈ മകളുടെ പടം ഇങ്ങനെ സൂമൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. സ്റ്റാൻലിക്ക് ഇത് അച്ഛനെ കാണിക്കാനാട്ടോ, അതായത് അമ്മയുടെ പോലെ തന്നെയാണല്ലോ ഇരിക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണേ നമ്മുടെ അലീന യാത്ര പറയാനായിട്ട് മനുവിൻ്റെയൊക്കെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വിഷമമുള്ള സന്ദർഭങ്ങളാണ്. അപ്പോൾ അലീന ഇങ്ങനെ മനുവിനോട് വളരെ വിഷമത്തോടു കൂടി യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇതേപോലെ വൈജയന്തിയോടും ആ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറയുന്നുണ്ടെങ്കിലും മനുവിനോട് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഇതായല്ലോ. ഇത്തരത്തിലുള്ള ഒരുപാട് നിമിഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് മറക്കാതെ കാണണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ബൈ.